ക്ലേശങ്ങളും ദുഃഖങ്ങളും ജീവിതത്തെ തേച്ചു മിനുക്കാനുള്ളതാണ്, തകർക്കാനുള്ളതല്ല. അതിനു തെളിവ് മഹത്തുക്കളുടെ ജീവിതം തന്നെ. അവരുടെ വാക്കുകളും ജീവിത സന്ദർഭങ്ങളും നമ്മിൽ ആവേശമുണർത്തും, നമ്മിലെ നിരാശ അകറ്റും. ആത്മവിശ്വാസവും കരുത്തും പ്രതീക്ഷയും തൊട്ടുണർത്തുവാൻ ശ്രീ സത്യസായി പബ്ലിക്കേഷൻ സൊസൈറ്റി പ്രസിദ്ധീകരിച്ച ശ്രീ സായിദാസിൻ്റെ നല്ലൊരു നാളെ എന്ന പുസ്തകത്തിൽ നിന്നും. ഒരു കെട്ടു ദുഃഖവും പേറി ഞാൻ അലയുന്നു, എന്താണൊരു ഗതി? രണ്ടും കളയൂ. ചുമലിൽ വലിയ മാറാപ്പുമേന്തി മല ചവിട്ടുന്ന അയാളുടെ മുന്നിൽ മാലാഖ പ്രത്യക്ഷപ്പെട്ടു. ഈ ചുമട് എന്താണ്? മാലാഖ തിരക്കി. ഇത് എൻ്റെ ദുരിതങ്ങളുടെയും ക്ലേശങ്ങളുടെയും മാറാപ്പാണ്, അയാൾ പറഞ്ഞു. തുറക്കൂ, ഞാനൊന്നു കാണട്ടെ, മാലാഖ പ്രേമപൂർവം ആവശ്യപ്പെട്ടു. അയാൾ ഭാണ്ഡം തുറന്നു. അതിനകത്ത് ദുരിതങ്ങളുടെ 2 കെട്ടുകൾ. അയാൾ അത് എന്തെന്ന് വിശദീകരിച്ചു. ഇതിലൊരു ഭാഗം ഞാൻ അനുഭവിച്ചു കഴിഞ്ഞ ദുരന്തങ്ങളാണ്, മറ്റേത് ഇനി ഒരു പക്ഷേ ഭാവിയിൽ ഞാൻ അനുഭവിക്കേണ്ടി വരുന്നതും. മാലാഖ ചോദിച്ചു, അനുഭവിച്ചു കഴിഞ്ഞ ദുഃഖങ്ങൾ ഇനി എന്തിനു ചുമക്കണം? അത് കളഞ്ഞുകൂടെ? ശരി, അയാൾ സമ്മതിച്ചു. മാലാഖ വീണ്ടും തിരക്കി. വരാൻ പോകുന്ന ദുഃഖങ്ങൾ ഇപ്പോഴേ ചുമക്കേണ്ടതുണ്ടോ? അത് വരട്ടെ, എന്നിട്ട് ചുമന്നാൽ പോരെ? അതും ശരിയാ, అయాల్ సమ్మతించు. భవిష్యత్తును గురించి కానీ గడిచిపోయినటువంటి దానిని కానీ గురించి మనం విచారించటం లేదు. We just spend the present moment ignoring the past and the future. కానీ ఇది మానవుని యొక్క పెద్ద అజ్ఞానమే. This is the sign of ignorance. ఎప్పటికప్పుడే ఉండేటువంటిది అదే ప్రస్తుతమైనటువంటిది, అది ఏ సత్యమైనటువంటిది. What that happens right now, this moment, is the truth. Past is past. Past is past. అది మనం ఎంత ప్రార్థించినా తిరిగి మనకు రాదు. By repeated prayers, you cannot recover, bring back the past. Future కాలగర్భంలో కలిసిపోయినది. The future is uncertain, still in the womb of time. కానీ దానిని చూచుటకు సాధ్యం కాదు. It is impossible for anyone to visualize the future. కనుకనే ప్రజెంట్ ఇదే నిజమైనటువంటి సత్యమైనటువంటిది, సత్యం. And hence the existence, the present, is the truth. ఈ సత్యాన్ని గుర్తించుకోలేక పాస్ట్ను ఫ్యూచర్ను యోచిస్తూ కూర్చున్నారు మానవులు. Man has forgotten the basic truth in the existence in the moment of time and has been wasting his time brooding over the past and thinking of the future. നോക്കൂ, ഇനി ഇപ്പോൾ നിങ്ങളുടെ മാറാപ്പ് കാലിയായി. സുഖമായി സ്വസ്ഥമായി നടക്കൂ. പോയ കാലത്തെക്കുറിച്ചുള്ള വിഷമങ്ങളും ഭാവിയുടെ അനിശ്ചിതത്വവും ഓർത്ത് സമയം കളയണ്ട. ഒന്ന് പോയി കഴിഞ്ഞു, മറ്റേത് വരാൻ പോകുന്നതേയുള്ളൂ. രണ്ടും ഉപേക്ഷിച്ച് ഇന്ന് ജീവിക്കാൻ പഠിക്കുക, മാലാഖ പറഞ്ഞു. നമ്മൾ ഭൂതകാലം മറന്ന് വർത്തമാനകാലത്തിൽ ജീവിക്കുകയും ഭാവിയെക്കുറിച്ച് വിഷമിക്കാതിരിക്കുകയുമാണ് വേണ്ടത്.